സ്വർണം വിൽക്കാതെ തന്നെ ഇതിൽ നിന്ന് എല്ലാ വർഷവും മികച്ചൊരു ലാഭം നേടാൻ പുതിയ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം വഴി പുതിയ തുടക്കം. പക്ഷേ വരുമാനം തരുമെങ്കിലും ഈ പദ്ധതിക്ക് ചില റിസ്കുകൾ കൂടെയുണ്ട്. സ്വർണത്തിന് എത്രത്തോളം പ്രാധാന്യം ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും നൽകുന്നുണ്ട്. കാരണം ഇതൊരു സമ്പാദ്യം എന്നതിലപ്പുറം ഒരു സുരക്ഷിത നിക്ഷേപം കൂടിയാണ്. മിക്ക വീടുകളിലും വലിയ അളവിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. ഏകദേശം 25,000 ടൺ സ്വർണമാണ് ഇന്ത്യൻ കുടുംബങ്ങളുടെ പക്കലുള്ളതെന്നാണ് പറയുന്നത്. മിക്കവരും ലോക്കറുകളിലും മറ്റുമായാണ് സ്വർണം സൂക്ഷിക്കുന്നത്. ഇത്തരത്തിൽ മിക്ക കുടുംബാംഗങ്ങളും സ്വർണം കൈവശം വെക്കുന്നത് ആവശ്യം വരുമ്പോൾ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കയ്യിലുള്ള സ്വർണം വിറ്റ് കാശാക്കാറാണ് പതിവ്. എന്നാൽ ഈ സ്വർണം വിൽക്കാതെ തന്നെ ഇതിൽ നിന്ന് എല്ലാ വർഷവും മികച്ചൊരു ലാഭം നേടാൻ കഴിഞ്ഞാൽ അത് അത്രത്തോളം നല്ലൊരു ഓപ്ഷനല്ലേ എന്നല്ലേ എല്ലാവരും ചിന്തിക്കുക. എന്നാൽ ഇതാ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. ഗോൾഡ് ലീസിംഗ് അഥവാ സ്വർണ്ണ വാടകയ്ക്ക് നൽകുന്ന രീതി. കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം വഴി നിങ്ങളുടെ കൈവശമുള്ള സ്വർണം ബാങ്കുകളിലോ അംഗീകൃത ജ്വല്ലറികളിലോ നിക്ഷേപിച്ച് വലിയൊരു തുക ലാഭമുണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് പ്രത്യേകത. അതായത് ഇത് വളരെ ലളിതമായ രീതിയാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം അത് ബാങ്കുകൾക്കോ ജ്വല്ലറികൾക്കോ ഒരു നിശ്ചിത കാലയളവിലേക്ക് കടമായി നൽകുന്ന രീതി. ആ സമയം അത്രയും സ്വർണത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പലിശ ലഭിക്കുന്നത് പണയമായല്ല, പകരം സ്വർണത്തിന്റെ ഗ്രാമായിട്ടാണ്. അതായത് നിങ്ങൾ നിക്ഷേപിച്ച സ്വർണത്തിന്റെ തൂക്കം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുറഞ്ഞത് 1 വർഷത്തെ കാലാവധിയിലാണ് ബാങ്കുകൾ സ്വർണ്ണ നിക്ഷേപം സ്വീകരിക്കുന്നതെന്നാണ് കണക്കുകൾ. കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ സ്വർണം തിരികെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പദ്ധതിയിലൂടെ വർഷത്തിൽ 2% മുതൽ 7% വരെ പലിശയാണ് ലഭിക്കാറുള്ളത്. ഇത് അധിക സ്വർണ്ണ തൂക്കമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നും മറ്റൊരു പ്രത്യേകത. ഈ പദ്ധതിയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ലഭിക്കുന്ന പലിശയ്ക്ക് യാതൊരുവിധ ഇൻകം ടാക്സോ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ നൽകേണ്ടതില്ല. അതിനാൽ ഉയർന്ന നികുതി നിങ്ങൾ നൽകേണ്ടതുമില്ല. പക്ഷേ ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. SBI, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ അംഗീകൃത ബാങ്കുകൾ വഴി ഈ സ്കീം ലഭ്യമാണ്. അവിടെ ചെന്ന് നേരിട്ട് തന്നെ നിലവിലെ പലിശ നിരക്കുകളും മറ്റ് നിബന്ധനകളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പദ്ധതിയിൽ ചേരാവുന്നതാണ്. മാത്രമല്ല ഈ പദ്ധതിയിലേക്ക് സ്വീകരിക്കാറുള്ളത് സാധാരണയായി 995 പ്യൂരിറ്റിയുള്ള ഗോൾഡ് ബാറുകളോ അല്ലെങ്കിൽ കുറഞ്ഞത് 30 ഗ്രാമിൽ കൂടുതലുള്ള ഹോൾമാർക്ക് ആഭരണങ്ങളോ ആയിരിക്കും. പക്ഷേ ഈ പദ്ധതിയിലും ചില റിസ്കുകളുണ്ട്. സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ളതുപോലെ ഈ സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് പ്രത്യേക ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. നിങ്ങൾ സ്വർണം നൽകുന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ റിസ്ക് ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. മാത്രമല്ല പാരമ്പര്യമായി കിട്ടിയ ഡിസൈനുകളുള്ള ആഭരണങ്ങളാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അവ ബാങ്കുകൾ ഉരുക്കി സ്വർണ്ണക്കട്ടയാക്കി മാറ്റുമെന്നതും ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.